നെയ്യാറ്റിൻകരയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ കൈക്കൂലി വാങ്ങിയ ജോയിന്റ് ആർടിഒയും ഭാര്യയും ഉൾപ്പെടെ 8 പേർക്കെതിരെ കേസെടുത്ത് വിജിലൻസ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാനും വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകാനുമായി കൈക്കൂലി വാങ്ങിയ സംഭവത്തിലാണ് ജോയിന്റ് ആർടിഒ ഉൾപ്പെടെ 8 പേർക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. നെയ്യാറ്റിൻകര സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ജോയിന്റ് ആർടിഒ ജെറാൾഡ്, ഭാര്യ പ്രിയ, ജെറാൾഡിന്റെ ഡ്രൈവർ ദിവിൻ ക്ലീറ്റസ്, ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളായ ഉദയകുമാർ, രാജേഷ്, ഏജന്റുമാരായ ശ്രീകുമാർ, അനീഷ്, വിനു എന്നിവർക്കെതിരെയാണ് ഇന്നലെ കേസെടുത്തത്. നെയ്യാറ്റിൻകര സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ എത്തിയവരിൽ നിന്നും വൻ തുക കൈക്കൂലി വാങ്ങുന്നതായി വിജിലൻസിന് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയിലാണ് ജോയിന്റ് ആർടിഒ ഉൾപ്പെടെയുള്ളവർ കുടുങ്ങിയത്. കഴിഞ്ഞ ഡിസംബറിൽ നടത്തിയ പരിശോധനയിൽ 2024 മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ജെറാൾഡിന്റെ സ്വകാര്യ ഡ്രൈവർ ദിവിൻ ക്ലീറ്റസിന്റെ അക്കൗണ്ടിൽ 2,68,000 രൂപയും ഭാര്യ പ്രിയയുടെ അക്കൗണ്ടിലേക്ക് 96,500 രൂപയും എത്തിയിരുന്നു. ഈ തുക യോഗ്യതയില്ലാത്ത വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിനും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസാക്കിയതിനും വിവിധ ഏജന്റുമാരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും കൈക്കൂലി നൽകിയതായും മൊഴി ലഭിച്ചിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ്, ഫിറ്റ്നസ് തുടങ്ങിയ ടെസ്റ്റുകൾക്ക് കൈക്കൂലി പറ്റിയത് ഗൗരവമായാണ് മോട്ടോർ വാഹന വകുപ്പ് എടുത്തിരിക്കുന്നത്. ടെസ്റ്റുകൾക്ക് വേണ്ടി വ്യാപകമായ പിരിവാണ് നെയ്യാറ്റിൻകര ആർടിഒ കേന്ദ്രീകരിച്ച് നടക്കുന്നതെന്ന് നിലവിലും പരാതിയുണ്ട്. ടെസ്റ്റുകൾക്ക് ശേഷം ഏജന്റുമാർ തുക ഉദ്യോഗസ്ഥരുടെ വീടുകളിലെത്തി കൈമാറുന്നതിനാൽ വിജിലൻസിനും ഇവരെ പിടികൂടുന്നതിന് പരിമിതികളുണ്ട്.